ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ MPDയും അതേപോലെ നമ്മുടെ ഗവൺമെന്റും നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? പ്രത്യേകിച്ച് നമ്മുടെ ടാക്സി അതേപോലെ കോൺട്രാക്ട് കാരേജ് ഉടമകളെയാണ് കൂടുതൽ പേര് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ ടാക്സി ഇനത്തിലായിക്കോട്ടെ, അതേപോലെ GPS എന്ന് പറയുന്ന ഒരു സംവിധാനം വെച്ചാണ് ഇവരുടെ മെയിൻ പറ്റിപ്പ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അത് കണ്ടിട്ട് വരാം. ഇത് നടപ്പിലാക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ഈ ഒരു സംഭവം നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ ടാക്സിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം, ഈ ഒരു കാര്യം സ്ഥാപിക്കുന്നതിന് അവർക്ക് വേണ്ടുന്നത് ഏതാണ്ട് 6500 രൂപയാണ്. 6500 രൂപ മാത്രമല്ല, 7 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളിലാണെങ്കിൽ ഇത് റീചാർജ് ചെയ്യുമ്പോൾ 2 വർഷത്തേക്കാണ് റീചാർജ് ചെയ്യുന്നത്. ഈ റീചാർജ് ചെയ്യുമ്പോൾ അവർക്ക് 5000 രൂപയോളം വേണം. അതായത് ഇത് സ്ഥാപിക്കാൻ 6500 പ്ലസ് അതേ വർഷം തന്നെ ഇത് റീചാർജ് ചെയ്യുന്നതിന് ഒരു 5000 രൂപ അധികവും വേണം. പക്ഷേ ഇത്രയും പൈസ മുടക്കിയിട്ടും ഇവർക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം യാത്രക്കാരോ അല്ലെങ്കിൽ ഈ വാഹനം ഓടിക്കുന്ന ആളുകൾക്കോ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇതിൽ അമർത്തിക്കഴിഞ്ഞാൽ പോലീസും എത്തില്ല, ഫയർഫോഴ്സും എത്തില്ല, MPD ഉദ്യോഗസ്ഥരും എത്തില്ല. കാരണം ഇത് പ്രവർത്തിക്കുന്നതിന് ഒരു കൺട്രോൾ റൂം പോലും ഇന്ന് കേരളത്തിലില്ല എന്നുള്ളതാണ്. അപ്പോൾ കണ്ടില്ല ഗൈസ്, ഈ VLTC എന്ന് പറയുന്ന സാധനം തന്നെയാണ് നമ്മൾ സാധാരണ GPS എന്ന് പറയുന്നത്. അപ്പോൾ ഈ GPS ഇല്ലാതെ നമുക്ക് ഫിറ്റ്നസ് കാര്യങ്ങളൊന്നും ലഭിക്കത്തില്ല വണ്ടികൾക്ക്. 2019 മുതൽ തുടങ്ങിയ പരിപാടിയാണിത്. അപ്പോൾ അന്ന് നമുക്ക് പറഞ്ഞേക്കുന്ന എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ അതിൻ്റെ അകത്ത് വരുന്ന എമർജൻസി ബട്ടൺ പ്രസ് ചെയ്താൽ അതിൻ്റെ ഡയറക്റ്റ് ഇൻഫോർമേഷൻ RTO അതേപോലെ ഓണർ കാര്യങ്ങൾക്കൊക്കെ ചെല്ലും, ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്. പക്ഷേ ഇന്ന് വരെ ഇത് ഉപയോഗിച്ചിട്ട് ആർക്കും ഒരു ഉപയോഗം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പല വാഹനങ്ങളും നമ്മൾ മോഷണം പോകുന്ന കണ്ടിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ് അടക്കം, ട്രാവലർ അടക്കം, ടാക്സി വാഹനം അടക്കം പലതും മോഷണം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന വണ്ടികളിലെല്ലാം ഈ പറഞ്ഞ പോലെ GPS കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുവരെ ഈ വണ്ടി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ എല്ലാവരും അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന പലർക്ക് ഷെയർ ചെയ്ത് വണ്ടി കാണുന്നത്, അതേപോലെ ഓരോ ക്യാമറ വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടാണ് വണ്ടി ഇന്ന സ്ഥലത്തൂടെ പോയിന്നവരെ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പറയുന്നത്, ഒരു കൺട്രോൾ റൂം പോലും കേരളത്തിൽ ഇതിനില്ല. വെറുതെ 2019 മുതൽ ഇന്ന് 25 വരെ എടുക്കുന്ന എല്ലാ വണ്ടികളും ടെസ്റ്റ് അപ്രൂവ് RTO ചെയ്യണമെങ്കിൽ ഈ പറയുന്ന GPS വണ്ടിയിൽ ഉണ്ടായിരിക്കണം. ഇത് വെക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമെന്ന് പറയുന്നത് മെയിൻ കാര്യം ഫണ്ടിന്റെ പ്രശ്നം തന്നെയാണ്. ഇത് ആദ്യത്തെ വട്ടം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 6000, 7000, 8000 രൂപ വരെ നമുക്ക് ഇൻസ്റ്റാളേഷൻ ഫീസ് ഓരോ വണ്ടിക്ക് അനുസരിച്ച് വരുന്നുണ്ട്. അതേപോലെ ഇത് ഓരോ വർഷം കഴിയുമ്പോഴും റീചാർജ് ചെയ്യേണ്ട ഒരു ഇഷ്യൂസും കൂടെ ഉണ്ട്. ഇപ്പം ചില വണ്ടികൾക്ക് ഇപ്പോൾ 2 വർഷം ഇപ്പോൾ പുതിയ ഇതിൽ ചിലവരത് റീചാർജ് നീട്ടിക്കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. കുറെ പേര് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പുതിയ ടെസ്റ്റ് എടുക്കാൻ പോകുന്ന 2017 മുതലുള്ള വണ്ടികൾക്ക് 2 വർഷത്തേക്ക് GPS നീട്ടി കൊടുക്കുന്നുണ്ട് പുതിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് എന്നാണ് അത് ഞാൻ അറിഞ്ഞത്. ഇനി അതിൻ്റെ അകത്ത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ 2019 മുതൽ 2025 വരെ ഒരു കൺട്രോൾ റൂം പോലും ഇല്ലാതെ വെറുതെ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങി ഇത് GPS കമ്പനിക്കാർക്ക് വേണ്ടി ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗവൺമെന്റും MPDയും നടന്നുകൊണ്ടിരിക്കുന്നത് മെയിൻ ഇനത്തിൽ. അതേപോലെ ഇപ്പം നമ്മുടെ വണ്ടികളിലൊക്കെ ടാക്സ് കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസേന. ഇപ്പൊ നമ്മുടെ ടൂറിസ്റ്റ് വാഹനം അതേപോലെ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് പുഷ് ബാക്ക് സീറ്റ് അതേപോലെ നോൺ പുഷ് ബാക്ക് സീറ്റ് എന്ന് പറഞ്ഞ് ഇപ്പൊ നോൺ പുഷ് ബാക്ക് സീറ്റുകാർക്ക് ടാക്സ് നല്ല തോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. നല്ലൊരു ശതമാനം ടാക്സ് ആണ് നിലവിൽ വർദ്ധിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഈ മാർച്ച് 31 മുതൽ എല്ലാവരും ആ ടാക്സിന്റെ എമൗണ്ട് അനുസരിച്ച് വേണം അടയ്ക്കാനും. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് വരുമാനം കിട്ടുന്ന നമ്മുടെ ഗവൺമെന്റ് കിട്ടുന്ന ഒരു മേഖലയാണ് നമ്മുടെ ടൂറിസ്റ്റ് മേഖല. അല്ലെ ടൂറിസ്റ്റ് വണ്ടികൾ നിന്ന് കോൺട്രാക്ട് കാരേജ് അതേ ടാക്സി വാഹനത്താണ് ഏറ്റവും കൂടുതൽ വരുമാനം നമ്മുടെ കേരള ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെയുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ ഊടായ്പ പരിപാടി നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ പാവപ്പെട്ട ആൾക്കാരോട് കാണിക്കാൻ പാടില്ലായിരുന്നു എന്നാണ്. എന്തായാലും നിങ്ങളുടെ ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.